ഗൈസ് നോക്കൂ, സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗം ഏത് രീതിയിലാണെന്നറിയുമ്പോൾ നമ്മളൊക്കെ തന്നെ ഞെട്ടിപ്പോകുന്നൊരവസ്ഥയാണ്. ഗൈസ് നോക്കൂ, സംസ്ഥാനത്ത് ലഹരിയുടെ ഈ ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട ഒഴുക്കും തടയുക എന്നുള്ള രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റും പോലീസും എക്സൈസും സർവ്വശക്തിയെടുത്ത് അതിൻ്റെ തടയാൻ വേണ്ടി നടക്കുമ്പോൾ ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട് ഗൈസ്. അതിൻ്റെ ഏത് രീതിയിലാണ് ഈ ലഹരിയുടെ ഉപയോഗം സംസ്ഥാനത്ത് പോകുന്നതിനുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഈ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനൊക്കെ കൃത്രിമമായി ഉണ്ടാക്കി അവരുടെ കൈയക്ഷരത്തിൽ എഴുതിയ അതേ ചീട്ട് കൊണ്ട് ചെറുപ്പക്കാരെല്ലാം പോയി വാങ്ങുന്നത് പ്രായമായ അച്ഛന്മാരെയും അമ്മമാരെയും അവരെ കണ്ടാൽ അസുഖബാധിതരാണെന്ന് തോന്നുന്ന ആൾക്കാരെ കൊണ്ട് മെഡിക്കൽ ഷാപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിക്കുകയും അത് ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നൊരു സംസ്ഥാനമായി മാറിയിരിക്കുന്നതാണ് കേരളത്തിൻ്റെ അവസ്ഥ ഗൈസ്. നമ്മുടെ യുവതലമുറയുടെ ആരോഗ്യസ്ഥിതി, അവരുടെ ചിന്താശേഷി എല്ലാം മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ലഹരിയുടെ ഉപയോഗം ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യമാണ് ഗൈസ്. നോക്കൂ, ഇന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തൊരു മെഡിക്കൽ ഷോപ്പ്, അതായത് അപ്പോളോ മെഡിക്കൽ ഷോപ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ മെഡിക്കൽ ഷോപ്പിൽ പോയി അവന്മാർ മരുന്ന് ചോദിച്ചിട്ട് കൊടുത്തില്ല. ആ മെഡിക്കൽ ഷോപ്പ് അവന്മാർ അടിച്ചു തീർക്കുകയാണ്. അതിലൊരുത്തൻ ചെയ്ത് തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊടുവാളെടുത്താണ് അവൻ വീശുന്നത്. അവൻ വീട്ടിൽ നിന്ന് കൊടുവാളെടുത്ത് പുറകെ വെച്ചിരിക്കുക. എന്തായാലും വിഷയം എടുത്ത് അടിച്ച് തകർക്കുക. അവൻ ആ കൊടുവാൾ വെച്ച് വീശുന്ന CCTV ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ മെഡിക്കൽ ഷാപ്പുകാരൻ്റെ ബൈക്കും അടിച്ച് തകർത്ത്, എൻ്റെ പുറകെ വെച്ചിരുന്ന ബൈക്കും അവന്മാർ അടിച്ച് തകർത്ത് ഗൈസ്. നോക്കൂ, അതൊരു പ്രാവശ്യമല്ല പല പ്രാവശ്യം അടിച്ച് തകർത്ത് ഗൈസ്. ഈ മെഡിക്കൽ ഷാപ്പ് ഉടമ പുറത്തിറങ്ങിയിരുന്ന അവന്മാരെല്ലാം കൂടി അടിച്ചു കൊന്നേനെ. ആ അവസ്ഥയിലാണ് അവന്മാർ നിന്നത്. അതിൻ്റെ CCTV രാത്രി 1:30 ഈ പണി നടക്കുന്നതെന്ന് ഓർക്കണം. എന്തൊക്കെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ലഹരിക്ക് വേണ്ടി എന്ത് ചെറ്റത്തരവും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ യുവതലമുറകൾ പോകുന്നു എന്ന് പറയുന്നത് തീർത്തും വേദനാജനകവും തീർത്തും ഈ ലഹരിയുടെ ഉപയോഗം, ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഭാവിയിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ഡോക്ടർമാർ പോലും അറിയാണ്ട് അവന്മാരുടെ കുറിപ്പടി വെച്ചിട്ട് ഇവിടെ മരുന്ന് വാങ്ങുക. എന്തൊക്കെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്?